ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കാരണം ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. രാവിലെ പോയി രാത്രി വരുന്നൊരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഒന്നും ബാധിക്കില്ലെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഈ സമയത്ത് എങ്ങനെ കാണുന്നു? പ്രതീക്ഷിച്ചിരുന്ന ഒരു മേയർ സ്ഥാനം ലഭ്യമാകും എന്നുള്ളത്? ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവസാന നിമിഷം കിട്ടിയതിൽ സന്തോഷം. അമ്മ നമുക്കൊപ്പം ചേരുകയാണ്. പല ഘട്ടങ്ങളിൽ സമരമുഖത്തൊക്കെ സജീവമായി വി വി നിൽക്കുമ്പോൾ വിവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ടി വിയിൽ കണ്ടൊക്കെ നിൽക്കുന്നൊരു അമ്മ എങ്ങനെ കാണുന്നു? മകൻ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ പിതാവാണ്. സന്തോഷമുണ്ട്. അവൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ജനങ്ങളും പാർട്ടി അവന് നൽകി എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവൻ നല്ലതായിട്ട് അതിന് കൃത്യനിർവഹണം കഴിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ, പ്രാർത്ഥന. എന്താണ് ഇപ്പം മകനോട് പറയാനുള്ളത്? ഇനിയിപ്പോൾ എങ്ങനെ നാടിനെ കാണണം? എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാനുണ്ട്? നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ രീതിയിൽ കണ്ട് ഈ തിരുവനന്തപുരത്തിന് അവൻ മാറ്റിയെടുക്കട്ടെ, അതിന് ദൈവം അവനെ സഹായിക്കട്ടെ. കഠിനാധ്വാനത്തിനുള്ളൊരു ഫലം, കഠിനാധ്വാനത്തിൻ്റെ ഫലമാവില്ല. 15 വയസ്സ് മുതൽ തുടങ്ങിയതാണ് അവൻ ഈ പാർട്ടി പ്രവർത്തനം. അതിൻ്റെ ഫലമാണ് അവനിപ്പോൾ കിട്ടിയത്. അത് തുടർന്നും അവനുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൽ പഠിക്കേണ്ട സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഇറങ്ങി ശകാരിക്ക് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ശകാരിക്കുമായിരുന്നു, അടിക്കാറൊന്നുമില്ലായിരുന്നു. കോളേജ് ക്ലാസ്സിനും അവൻ ഫസ്റ്റ് തന്നെയായിരുന്നു പഠിക്കാനും. പിന്നെ കോളേജിൽ വന്നതിന് ശേഷമാണ് രാഷ്ട്രീയത്തിലോട്ട് അവൻ കടന്നു കഴിഞ്ഞത്. എന്നാലും പഠിത്തത്തിന് അവൻ മോശമൊന്നുമല്ലായിരുന്നു. നാടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയട്ടെ. അതെ, അമ്മ പറഞ്ഞതുപോലെ നാടിന് വേണ്ടി വി വി ഇനിയും പ്രവർത്തിക്കും. അദ്ദേഹത്തിൻ്റെ കുടുംബം, മക്കൾ നമുക്കൊപ്പം ചേരുകയാണ്. അച്ഛൻ്റെ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു? സന്തോഷം, വളരെ സന്തോഷം. കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നോ? പറഞ്ഞു, സൂചിപ്പിച്ചായിരുന്നു. ഈ വീട്ടിൽ അച്ഛനെ കിട്ടാത്തതിൻ്റെ വിഷമവും പ്രയാസമൊക്കെ പങ്കുവെക്കുമായിരുന്നോ നേരത്തെ? ഒരു കാര്യത്തിന് വേണ്ടി, വലിയൊരു കാര്യത്തിന് വേണ്ടിയാണല്ലോ പോണത്, അതുകൊണ്ട് കുഴപ്പമില്ല. സന്തോഷം മാത്രം. അച്ഛൻ്റെ പാത പിന്തുടരാൻ വല്ല ആഗ്രഹമുണ്ടോ? ഇല്ല, എല്ലാം നാടിന് വേണ്ടിയാണല്ലോ.